ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പാലക്കാടുള്ള കൊല്ലങ്കോടാണ് കേട്ടോ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് പെട്ടെന്ന് തിരക്കിട്ട് ഇറങ്ങിയുണ്ട്. നമുക്ക് ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഗൈസ്, നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിതെന്ന് ഞാൻ പറയും. അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയില്ലേ, അത് തന്നെ വിരിച്ച പോലെ കിടക്കുകയാണ് ഗൈസ്. നിരയായിട്ട് പാടങ്ങൾ, നേരെ ബാക്കിലൊരു വലിയ മലയും ഉണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനായിട്ട് കുറേ പാടികളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ഗൈസ്, ഈ പാടത്തോട് ചേർന്ന് ആകെ ഒരു വീടുള്ളൂ കേട്ടോ. വേറെ ഒരു വീടുമില്ല. ഈ വീടിൻ്റെ നേരെ ബാക്കിൽ വലിയൊരു മലയും നേരെ ഫ്രണ്ടിൽ പാടമാണ് കേട്ടോ. ആൾതാമസമൊന്നും ഇല്ലാത്ത പോലെയാണ് കിടക്കുന്നത്. ആരും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ പാടം സൈഡിൽ ഗൈസ് AC ഇട്ട കണക്കിന് തണുപ്പാണ് കേട്ടോ. അത്രയും കാറ്റും നല്ല തണുപ്പാണ്. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആയിട്ട്. ഗൈസ്, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ കുറേ ഫ്രെയിംസ് അവിടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈക്കോലും പനമ്പട്ടയൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടാട്ടോ വന്നത്. അവിടെ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത് വേറൊരു സ്പോട്ടിലോട്ട് പോകുമ്പോഴാണ് ഗൈസ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കണ്ടത്. ഇതൊരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലഞ്ചേട്ടനെയും കണ്ടു, ചായക്കടയും കണ്ടു. ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ ഗൈസ്. നമ്മൾ വേറൊരിടത്തോട്ട് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. നല്ല ചെറിയ കുഞ്ഞു കടയാണ്. കുമ്പിട്ടിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ടൊക്കെ കയറാനായിട്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ മുഴുവൻ കുറേ മൂച്ചില്ലേ, നമ്മുടെ മാങ്ങമരം, അതിൻ്റെ തോട്ടങ്ങളാണ് കേട്ടുള്ളത്. നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ. പറഞ്ഞ പോലെ ചെറിയ ഗ്രാമമാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നിട്ടുള്ളത് ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രം എന്ന് പറയും കേട്ടോ. അങ്ങോട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഇതാണ് അമ്പലം. ഇവിടെ മെയിനായിട്ട് പ്രതിഷ്ഠകളൊന്നുമില്ല. ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഇവിടുത്തെ അമ്പലം ഗൈസ്. ഒരുപാട് ആൽമരങ്ങളുണ്ട്. പിന്നെ കണ്ടോ, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും തൊട്ടിലൊക്കെ സാധാരണ അങ്ങനെയല്ലേ കെട്ടാറ്, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വലിയ ചില്ലകളുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ. അപ്പോൾ നോക്ക്, ഈ പോകുന്നത് ആടിൻ്റെ തലയും കോഴിയുടെ തലയാണ് ഗൈസ്. അവരെ വെട്ടിക്കൊണ്ടുപോവാണ്. കാരണം ഇവിടുത്തെ മെയിൻ നേർച്ച എന്ന് പറയുന്നത് അതാണ് കേട്ടോ, ബലി കൊടുക്കൽ. പിന്നെ നമ്മളവിടെ കുറേ സമയം ചുറ്റി കണ്ടു. ഗൈസ്, നമ്മളവിടെ നിന്ന് നേരെ അങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. നല്ല പാറയുടെ മുകളിലൊരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ നേരെ ബാക്കിൽ വലിയ മലയാണ്. എല്ലാവരും പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ അല്ലേ, അതാണ് ആ വരുന്നത് എന്ന് ഗൈസ്. കാരണം ആ മലയിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഹോട്ടൽ പോലെ ഒരു കടയുണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി അങ്ങനെ വലിയ മീനുകളൊന്നുമില്ല. ഊണാണ് കേട്ടുള്ളത്. ഫിഷ് ഫ്രൈയും ഉണ്ടാവും. ഞങ്ങൾ 4 പേരും അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സാധാ ചോറും ഒരു ഫിഷ് ഫ്രൈയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് നേരെ ഒരു ഉറക്കമായിരുന്നു. പിന്നെ എണീച്ചത് പാലക്കാട് ലുലു മോളിൽ എത്തിയെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ. നേരെ അങ്ങോട്ടാണ് പിന്നെ കൊണ്ടുപോയത്. അവിടെ പിന്നെ ഒന്നും പറയാനില്ല, നടന്ന് ഇഷ്ടം പോലെ കാണാനായിരിക്കുമല്ലോ. ഓരോന്നിങ്ങനെ മേടിക്കണം എന്ന് തോന്നിയാലും ഗൈസ് പ്രൈസൊക്കെ കാണുമ്പോൾ വേണ്ടാന്ന് നമുക്കേ തോന്നും. പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ ഓരോന്ന് കഴിച്ച് വയറ് കേടാക്കണ്ടെന്ന് കരുതിയൊന്നും കഴിച്ചില്ല. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാമെന്ന് കരുതി ഗൈസ്. പക്ഷേ നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു. അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പാലക്കാടുള്ള മലമ്പുഴയിലുള്ള കവയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ ഞാൻ മുന്നൊരു പ്രാവശ്യം വന്നതാണ്. പിന്നെ ഇപ്പോഴാട്ടോ വരുന്നത്. ഈ
ഈ ബീച്ചിലോട്ടൊക്കെ വന്നിരിക്കുന്നതിനേക്കാൾ അടിപൊളിയാണ് ഗൈസ് ഇവിടെ വന്നിരിക്കാനായിട്ട്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ, വലിയ മലകളും കാറ്റും ഫുഡും എല്ലാം കൊണ്ട് സെറ്റാണ് ഗൈസ്. അപ്പോൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ജാനുവരി 1 എടുത്ത വീഡിയോ ആണത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണ് കേട്ടോ. നല്ല മെമ്മറീസൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഡേ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.